my beautiful souls, welcome back to my channel. I hope all my friends are safe and doing awesome today. So, ഇന്നത്തെ റീഡിംഗ് ഒരു ലവ് റീഡിംഗ് ആണ്. ഓക്കെ, ആർ യു ഓൺ ദെയർ മൈൻഡ്? ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അത് നിങ്ങളുടെ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം. അവരുടെ മനസ്സിൽ ഇപ്പം നിങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അവർ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്? അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ 3 കാർഡ്സ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. കാർഡ് നമ്പർ 1, the Emperor, and card number 2, the High Priestess, and card number 3, and the Hanged Man. ഓൾറൈറ്റ്, സോ 3 കാർഡ്സ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന, അല്ലെങ്കിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓൾറൈറ്റ്, സോ കാർഡ് എന്താണോ പറയുന്നത്, ടാരോ കാർഡ് എന്താണോ പറയുന്നത്, അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ അതങ്ങനെ പറയും. ഇനിയിപ്പം അവരുടെ മനസ്സിൽ നിങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമാവരുത്. ഓൾറൈറ്റ്, സോ ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു കമന്റ് ബിലോ. അതുപോലെ തന്നെ നെക്സ്റ്റ് ടാരോറ്റ് എന്ത് ടോപ്പിക്കാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് ടോപ്പിക്ക് കൊടുക്കുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്ക്, അല്ലെങ്കിൽ അടുത്ത ഏത് ടോപ്പിക്കാണോ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോ നിങ്ങളുടെ വോട്ടിംഗ് പ്രകാരമായിരിക്കും. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ടോപ്പിക് ആയിരിക്കും ഞാൻ റീഡ് ചെയ്യുന്നത്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു കമന്റ് ആൻഡ് വോട്ട്. Alright, so think about your person and select one card and then we'll start. I don't know, I'm super excited to read this love reading. Alright, let's start with card number 1. Card number 1, the Emperor. Select ചെയ്ത ആൾക്കാർ. ഓക്കെ, സോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആളുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആർ യു ഓൺ ദെയർ മൈൻഡ്? കാർഡ് നമ്പർ 1, ദ എംപറർ സെലക്ട് ചെയ്ത ആള്. ആർ യു ഓൺ ദെയർ മൈൻഡ്? കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ, ആർ യു ഓൺ ദെയർ മൈൻഡ്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? അവരിപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ ഈ ഒരു മൊമെന്റിൽ? ഓക്കെ, ആർ യു ഓൺ ദെയർ മൈൻഡ്? സോ കറന്റ്ലി അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇമോഷണലി അൺഅവൈലബിൾ ആണ്. ഓക്കെ, സോ ദേ ആർ നോട്ട് എക്സ്പ്രസിങ് ദെയർ ഫീലിംഗ് ടു യു. അവരുടെ ഇമോഷൻസ് ഫീലിങ്സ് ഒന്നും അവർ നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഒരു കോൾഡ് നേച്ചർ ആയിരിക്കും. ഇപ്പം ഒന്നും റെസ്പോണ്ട് ചെയ്യാത്ത. ഓക്കെ, ഈവൻ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള റെസ്പോണ്ടോ ഒന്നും ഉണ്ടാവില്ല. വളരെ നമ്മളൊട്ടും കെയർ ചെയ്യാത്ത പോലെ ആയിരിക്കും ആളുടെ റെസ്പോൺസ്. ഓക്കെ, അത് ചിലപ്പോൾ സ്നേഹം ഇല്ലായിട്ടല്ല, മേ ബി അവർ ഓപ്പൺ ആവാണ്ടായിരിക്കാം, അവർ എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കാം ഇൻറ്റൻഷനലി, അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതായിരിക്കാം, സ്നേഹം എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കാം. ലെറ്റ്സ് ആസ്ക്, ആർ യു ഓൺ ദെയർ മൈൻഡ്? കാർഡ് നമ്പർ 1. ചേരോ, കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ ഉണ്ടോ? ആർ യു ഓൺ ദെയർ മൈൻഡ്? ആർ യു ഓൺ ദെയർ മൈൻഡ്? Card number 1, are you on their mind? This is what they are thinking about you. Are you on their mind? Okay, are you on their mind? Are you on their mind? So card number 1 select ചെയ്ത ആൾക്കാർ, അവർ നിങ്ങളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്ന രീതി വളരെ കോൾഡ് ആയിട്ടായിരിക്കും. ഓക്കെ, വളരെ സ്ലോ ആയിട്ട്, ലൈക്ക് നമ്മളെ കെയർ ചെയ്യാത്ത പോലെ അങ്ങനെയായിരിക്കും ആ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട ഒരു റെസ്പോണ്ട് ഒന്നും അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, അവർ വളരെ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. ഓക്കെ, സോ അവർക്കത് ഫീലിങ്സ് ഇല്ലാണ്ടല്ല, ദേ ആർ നോട്ട് എക്സ്പ്രസിങ് ഇറ്റ്. മേ ബി അവർക്ക് കറന്റ്ലി അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഇമോഷണലി അവർ
എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ല. ഓക്കെ, അല്ലെങ്കിൽ ഇമോഷണലി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ തോന്നാത്തൊരു സിറ്റുവേഷൻ ആണ്. എല്ലാം വളരെ സ്ലോ ആയിട്ടാണ് അവരുടെ അടുത്തു നിന്നുള്ള ഒരു റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ്, വളരെ പതുക്കെയാണ്. അല്ലെങ്കിൽ ഒരു മൂമെന്റ്സ് ഉണ്ടാവില്ല ഈ റിലേഷൻഷിപ്പിൽ, യാതൊരു മൂമെന്റ്സ് ഉണ്ടാവില്ല ബിക്കോസ് ഓഫ് ദം. കാരണം അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, ദേ ആർ നോട്ട് എക്സ്പ്രസിങ് ഇറ്റ്. അവർ മിണ്ടാതിരിക്കുന്നുണ്ടാവാം, റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നുണ്ടാവാം. അതെല്ലാം ഉണ്ടെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇതുവരെ ലവ് ഒക്കെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ട് ഇപ്പം കോണ്ടാക്ട് ഉണ്ടാവില്ല, മേ ബി കോൺവെർസേഷൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളായിട്ട് ശ്രമിക്കുമ്പോൾ, നിങ്ങളായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴായാൽ പോലും അവർ നിങ്ങളടുത്ത് മിണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒന്നും തരുന്നുണ്ടാവില്ല. ഓക്കെ, പക്ഷെ അവർക്ക് ഫീലിങ്സ് അവർക്ക് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ഓക്കെ, ദേ ഹാവ് എ വെരി സ്ട്രോങ് ഫീലിങ്സ് ഫോർ യു. പക്ഷെ അത് അവർ നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവർക്ക് നിങ്ങളോടുള്ളൊരു എന്താ പറയുക, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അറ്റാച്ച്മെന്റ് മീൻസ് എസ്പെഷ്യലി ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ്. ഓക്കെ, ഫിസിക്കൽ അറ്റാച്ച്മെന്റ്, അതുപോലെ തന്നെ ആ ഒരു ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ്, ആ ഒരു സ്നേഹം, everything they have, but they are not expressing it. ഓക്കെ, എസ്പെഷ്യലി കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ, അവർക്ക് നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഈവൻ അവർ നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ നിങ്ങളെ പറ്റിയിട്ട് ഓർക്കാറുണ്ട്. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് ഓർക്കാറുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളെ പറ്റിയിട്ട് ഓർക്കാറുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ്, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർക്ക് മിസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഓർക്കാറുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നൈറ്റിലൊക്കെ നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ സഡൻലി അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ദേ വിൽ ഡെഫിനറ്റ്ലി കോണ്ടാക്ട് യു. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റെസ്പോൺസ് ഒന്നും അവർ തരില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് മേ ബി നിങ്ങളടുത്ത് സംസാരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, ഈവൻ അവർ ആഗ്രഹിച്ചാൽ പോലും അവർക്ക് നിങ്ങളടുത്ത് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ അവരുടെ മൈൻഡ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സോൾ, അല്ലെങ്കിൽ they are thinking about you a lot. ഓക്കെ, അവർ നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് ഓർമ്മകളായിരിക്കാം. നിങ്ങളെ പറ്റിയിട്ട് മേ ബി നിങ്ങളുടെ കൂടെ ഒരുപാട് മെമ്മറീസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, സോ അവരുടെ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും, അവർ നിങ്ങളായിട്ട് കോൺവെർസേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും, ദേ ആർ ഓൾവേസ് തിങ്കിങ് അബൌട്ട് യു. നിങ്ങളെപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. കാരണം നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ വളരെ സ്പെഷ്യലാണ് അവർക്ക്. അല്ലെങ്കിൽ അവർ കോൺസ്റ്റന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളോടുള്ളൊരു ഒരു ഡിസയർ ഉണ്ട്. ഓക്കെ, ഫിസിക്കൽ ഡിസയർ ഉണ്ട്, ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ നിങ്ങളടുത്ത് ഭയങ്കരമായിട്ടുണ്ട്. സോ നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവരെന്തായാലും മിസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. സോ ഈവൻ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനൊന്നും അല്ലെങ്കിൽ കോണ്ടാക്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും സഡൻലി ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും കോൺവെർസേഷൻ, ഓക്കെ, എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോൺവെർസേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ദേ വിൽ ഡെഫിനറ്റ്ലി കോണ്ടാക്ട് യു. ഓക്കെ, എസ്പെഷ്യലി കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺവെർസേഷൻ വരുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ഓക്കെ, ഈ ഒരു നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളായിരിക്കാം. മേ ബി അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ കാര്യങ്ങൾ അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. വേറെ ആൾക്കാരായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ ഉണ്ടായിരിക്കാം. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ, മേ ബി അവർ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു അതിലേക്ക് ഡൈവേർട്ട് ആയതുകൊണ്ടായിരിക്കാം നിങ്ങളായിട്ട് കോണ്ടാക്ട് കുറഞ്ഞിട്ടുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളോട് ഡീൽ ചെയ്യാനുണ്ടായിരിക്കാം. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ദേ ആർ തിങ്കിങ് അബൌട്ട് യു. അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമുണ്ട്. ഓക്കെ, നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയം, എസ്പെഷ്യലി ആ ഒരു മെമ്മറീസ് ഒക്കെ അവർ ഒരുപാട് ഓർക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ തമ്മിൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരുടെ സോൾ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് ആ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കണക്ഷനാണ്. ഓക്കെ, സോ മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്ന നിങ്ങളുടെ സോൾ മേറ്റിനെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള വ്യക്തിയായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഈവൻ കോണ്ടാക്റ്റിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും
ഈവൻ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ സോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സോളിനെ നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇനിയും സംസാരിക്കണം. അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വഴക്കോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ട് വർഷമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടായിരിക്കാം അവർ മേ ബി നിങ്ങളിപ്പോൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഓക്കെ, സോ അവർക്ക് എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നുണ്ട്, പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ്. ഓക്കെ, സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ ഒരു കറന്റ് സിറ്റുവേഷൻ പോകുന്നുണ്ടാവുക. കാരണം നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. എസ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ടുണ്ടാവാം. സോ അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ കോൾഡായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ഇല്ലാണ്ട് നിൽക്കുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി അവരായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. മേ ബി അവർക്ക് അവരുടെ ലൈഫിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈവൻ അവർ എന്തൊക്കെ തിരക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർ ചില സമയത്ത് അവർ നിങ്ങളെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കറന്റ് ടൈമിൽ അവർ നിങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളായിട്ടുള്ള മെമ്മറീസ്, അതാണ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത്. നിങ്ങളായിട്ടുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും അവർക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈവൻ അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇതൊന്നും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ബിക്കോസ് അവരുടെ സോൾ ക്രേവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് നിങ്ങളെ കൂടെ നിൽക്കാനും അല്ലെങ്കിൽ നിങ്ങളായിട്ട് സ്നേഹം ഷെയർ ചെയ്യാനൊക്കെ അവരുടെ സോൾ ഒരുപാട് ഡിസയർ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അവർക്ക് എത്രമാത്രം ഇതിൻ്റെ ഡെപ്ത് മനസ്സിലായിട്ടുണ്ടാവും നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്. ഈവൻ അവരെന്തൊക്കെ തിരക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും you are in their mind. Okay, not they are thinking about you, you are in their mind. പക്ഷെ അവർ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാത്തതായിരിക്കാം, മനഃപൂർവ്വം എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കാം. ഓക്കെ, മനഃപൂർവ്വം നിങ്ങളെടുത്ത ആ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. അവരങ്ങനെ ഓവറായിട്ട് ലവ് കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണ്. ഓക്കെ, സോ അവരുടെ മനസ്സിലുണ്ട് സ്നേഹം, അവർ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാത്ത ആൾക്കാരായിരിക്കാം. ഈവൻ നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും യു ആർ ഓൺ ദെയർ മൈൻഡ്. ഓക്കെ, ഡെഫിനറ്റ്ലി യു ആർ ഓൺ ദെയർ മൈൻഡ്. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ അവരെ പറ്റി ഓർക്കുന്ന പോലെ തന്നെ നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളുണ്ട്. അവരുടെ മനസ്സിൽ ഒരുപാട് നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളുണ്ട്. അതൊന്നും അവർക്ക് മറക്കാൻ പറ്റില്ല. ഓക്കെ, ഈവൻ അവർ വേണമെന്ന് വെച്ചാൽ പോലും അവർക്ക് മറക്കാൻ പറ്റില്ല. കാരണം their soul needs you. ഓക്കെ, ആ ഒരു ഫീലിങ്സ് ഇസ് ഡിഫറെൻറ്റ്. സോ അത് അവർക്ക് വേറെ ഒരാളുടെ അടുത്തൊന്നും കിട്ടില്ല. സോ ആ ഒരു ഫീലിങ്സ് നിങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സ്നേഹം, എല്ലാ കാര്യങ്ങളും ഇറ്റ്സ് വെരി യൂണിക്. ഓൾറൈറ്റ്, സോ അതാണ് കാർഡ് നമ്പർ 1. സോ കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ഓൾറൈറ്റ്, അവരെത്ര തിരക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും യു ആർ ഓൺ ദെയർ മൈൻഡ്. ഓക്കെ, സോ അതാണ് കാർഡ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു കാർഡ് നമ്പർ 2 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 2. കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, ദ ഹൈ പ്രീസ്റ്റസ് സെലക്ട് ചെയ്ത ആൾക്കാർ, ആർ യു ഓൺ ദെയർ മൈൻഡ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ മേ ബി നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടൊക്കെ പോകുന്ന സമയമായിരിക്കും. ഓക്കെ, ദേ ആർ പ്രൊട്ടക്റ്റിംഗ് ദം ഫ്രം അതേഴ്സ് ഓർ മറ്റുള്ള എനർജി എന്നായിരിക്കാം, മറ്റുള്ള കാര്യത്തിൽ നിന്നൊക്കെ അവർ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വയം ഹീൽ ചെയ്യുന്നൊക്കെ ഒരു സമയമാണ്. ഓക്കെ, സോ ഈ ഒരു കറൻ്റ്ലി അവർ അങ്ങനെ അല്ലെങ്കിൽ ഇമോഷണലി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നും നോക്കുന്ന ഒരു ഇതായിട്ട് കാണുന്നില്ല. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ആസ്ക് ആർ യു ഓൺ ദെയർ മൈൻഡ്. കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, ആർ യു ഓൺ ദെയർ മൈൻഡ്? ഇഫ് യെസ്, വാട്ട് ആർ ദേ തിങ്കിങ് അബൌട്ട് യു? ആർ യു ഓൺ ദെയർ മൈൻഡ്? കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, ആർ യു ഓൺ ദെയർ മൈൻഡ്?
are you on their mind? സോ കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ മേ ബി നിങ്ങൾ അല്ലെങ്കിൽ അവർ എസ്പെഷ്യലി അവർക്ക് വിഷമമുണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവർക്ക് ആ ഒരു വിഷമമുണ്ട്. പക്ഷെ അവർ ആ ഒരു സിറ്റുവേഷന് ദേ ആർ പ്രൊട്ടക്ടിങ് ദം. ഓക്കെ, അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്, അവരുടെ ഫീലിങ്സ്. കാരണം അവർ എന്താ പറയുക, ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം അവർ ഓവർകം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു കാര്യം, ഒരു സിറ്റുവേഷൻ അവർക്ക് വിട്ടുകളയാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ മറക്കാൻ പറ്റുന്നതല്ല. സോ അവരത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്. മേ ബി അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളായിട്ട് ഇനിയും സ്നേഹം ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, കോൺവെർസേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ മേ ബി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ മേ ബി നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഫാമിലി ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു വിഷമം നിങ്ങൾക്കുണ്ട്. ഓക്കെ, മേ ബി അവരുടെ ഫാമിലിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ റിലേഷൻഷിപ്പ്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവാം, അതില്ലാന്നുണ്ടെങ്കിൽ അവർ വേറെ റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവാം. സോ അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ഓക്കെ, ആ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ഇടയിലുള്ളത്, അത് അവർക്ക് നിങ്ങൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. സോ അവർ ഈ ഒരു സിറ്റുവേഷന് അവർ സ്വയം പ്രൊട്ടക്ട് ചെയ്യാണ്. ഓക്കെ, അവരുടെ ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ അവരായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുകയാണ്. പക്ഷെ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ, കാരണം ആരടുത്തും അവർക്ക് ആ ഒരു ഫീലിങ്സ് പറയാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, അവർക്ക് ആരടുത്തും അത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് അറിയില്ല. അവർ വിചാരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ അവരുടെ കൺട്രോളിലല്ല. ഓക്കെ, അവരായിട്ട് ഡിസിഷൻ എടുക്കേണ്ട കാര്യമല്ല എന്ന് ആലോചിക്കുന്നുണ്ടാവാം. അവർ ഈവൻ നിങ്ങളടുത്ത് ഇപ്പം നിങ്ങൾ കോൺടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സ്നേഹം ഷെയർ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളടുത്തൊരു ഫീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ സ്നേഹം കൊണ്ട് അവർ ഒരുപാട് ഹേർട്ടായിട്ടുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ അവർ മേ ബി നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതൊന്നും അവർ കാണുന്നുണ്ടാവില്ല. ഓക്കെ, ഈവൻ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവരുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ കാണുന്നില്ല, അല്ലെങ്കിൽ അവരത് ശ്രദ്ധിക്കുന്നില്ല. കാരണം അവരുടെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം. സ്നേഹം കൊണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഹേർട്ടായിട്ടുണ്ടാവാം. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം. ഓക്കെ, എസ്പെഷ്യലി ഒരുപാട് സ്നേഹം കൊണ്ട് അവർക്ക്, അല്ലെങ്കിൽ ആ ഒരു ലാക്നെസ്, ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ലാക്നെസ് ലൈഫിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളിപ്പം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരത് കാണുന്നില്ല. ഓക്കെ, പക്ഷെ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, ലൈഫിലേക്ക് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളായിട്ട് കോൺവെർസേഷൻ ചെയ്യാൻ, നിങ്ങളായിട്ടുള്ള കോൺവെർസേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളായിട്ട് സ്നേഹം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിനോട് ആ ഒരു ഒബ്സഷൻ ഉണ്ട്. ഓക്കെ, ഇവൻ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും, കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിലും ലവ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത, എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഒബ്സഷൻ അവർക്ക് ഉണ്ട്. ഓക്കെ, ദേ ആർ നോട്ട്, അവർക്ക് അത് വിട്ടു കളയാനും പറ്റുന്നില്ല. അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കാനും, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന് അറിയാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഓക്കെ, സോ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ടു പ്രൊട്ടക്ട് ദം ഫ്രം ദ സിറ്റുവേഷൻ. ഓക്കെ, അതാണ് അവർ മേ ബി സൈലൻ്റ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം, ജസ്റ്റ് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, എന്നാലും അവർ അവരുടെ സ്ട്രെങ്ത് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സമയമാണ്. സോ ഈവൻ അവർ എത്ര ഹേർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അവർ പുറത്ത് കാണിക്കുന്നില്ല. ഓക്കെ, സോ അവർ പ്രിറ്റൻഡ് ചെയ്യുന്നത് അവർ ഓക്കെ ആണ്, നോർമലാണ്, ഓക്കെ ആണെന്നൊക്കെ ആയിരിക്കും. പക്ഷേ ആരുമില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ അവരൊറ്റയ്ക്ക് ആവുന്ന സമയത്ത് അവർ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് മേ ബി അവർ ഇമോഷണലി അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു സിറ്റുവേഷൻ അല്ല അവരുടെ ലൈഫിൽ അവർക്ക് ഉള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കുന്ന സിറ്റുവേഷൻ അല്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന സിറ്റുവേഷൻ അല്ല അവരുടെ ലൈഫിൽ അവർക്കുള്ളത്. അവർ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയമാണ്. അത് അവർക്ക് ആരുടെ പറയാനും പറ്റുന്നില്ല.
Okay, so card number 2. Are you on their mind? സി അവർക്ക് എസ്പെഷ്യലി നിങ്ങളായിട്ടുള്ള കോൺവെർസേഷൻ, നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ഹോണ്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളായിട്ടുണ്ടായിരുന്ന കോൺവെർസേഷൻ. ഓക്കെ, മേ ബി അവർ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങളായിട്ടുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മൈൻഡൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളായിട്ട് ഒരുപാട് കോൺവെർസേഷനൊക്കെ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഒരുപാട് കോൺവെർസേഷനൊക്കെ ഉണ്ടായിരിക്കുന്ന നല്ല നല്ല കോൺവെർസേഷനൊക്കെ അവർ റീകോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരൊരുപാട് ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓർക്കുന്നുണ്ട് നിങ്ങളായിട്ടുള്ള കോൺവെർസേഷനൊക്കെ നിങ്ങളെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളായിട്ട് കോൺവെർസേഷൻ, നിങ്ങളുടെ പ്രസൻസിന് വേണ്ടിയിട്ട് അവർ മാക്സിമം ഈവൻ അവർ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിലുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ. ഓക്കെ, നിങ്ങളായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളോടുള്ള ഒരു പാഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. അവർക്ക് കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഈവൻ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലല്ല എന്നുണ്ടെങ്കിലും കോണ്ടാക്റ്റിലില്ല എന്നുണ്ടെങ്കിലും അവർ ഇമോഷണലി ഇല്ല ഞാൻ ഓക്കെ ആണെന്ന് നിങ്ങൾ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ദേ ആർ നോട്ട് റിയലി ഓക്കെ. ഓക്കെ, കാരണം മേ ബി നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടുള്ളൊരു ഒബ്സഷൻ, ഓക്കെ, നിങ്ങളോടുള്ളൊരു പാഷൻ അത്ര ഡീപ്പാണ് അവർക്ക്. പാഷൻ. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു ട്രഷറൊക്കെ ആയിട്ട് കാണുന്ന ആൾക്കാരാണ്, വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഓക്കെ, ഈവൻ അവർ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കറന്റ്ലി അവർ ഇത് ബാധിക്കാത്ത അല്ലെങ്കിൽ ഈ നിങ്ങളെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് അവരുടെ ലൈഫിൽ ബാധിക്കില്ല, ഞാൻ അങ്ങനെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും ഉള്ളിൽ അവർക്ക് ഒരുപാട് വിഷമമുണ്ട്. ഓക്കെ, അവർ നിങ്ങളടുത്ത് കാണിക്കുന്നതെല്ലാം അവരുടെ മനസ്സിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർ കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവർ എന്ത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ അവർ ശരിക്കും ഹാപ്പി അല്ല. അവർ നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ നിങ്ങളുടെ ഒരു പ്രസൻസ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ എപ്പോഴും ഓർക്കുന്നുണ്ട് നിങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഓരോ കോൺവെർസേഷനും അവർക്ക് ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അതൊക്കെ അവർ റീകോൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ അവർ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളടുത്ത് അവരെന്താണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർ സ്ട്രോങ് ആണ്, അവർ കെയർ ചെയ്യുന്നില്ല, ഇതൊന്നും കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല എന്നാണ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. ദേ ആർ നോട്ട് എക്സ്പ്രസിങ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, അതുപോലെ തന്നെ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളായിട്ടുള്ള കോൺവെർസേഷൻ, നിങ്ങളുടെ പ്രസൻസ്, കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതാണ് കാർഡ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു കാർഡ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3. കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ, ആർ യു ഓൺ ദെയർ മൈൻഡ്? ഓക്കെ, സോ മേ ബി അവരുടെ ലൈഫിൽ അവർ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. ഓക്കെ, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. സ്റ്റക്കായിട്ടുള്ളത് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ലെറ്റ്സ് ആസ്ക്, ആർ യു ഓൺ ദെയർ മൈൻഡ്? കാർഡ് നമ്പർ 3, ആർ യു ഓൺ ദെയർ മൈൻഡ്? ഗ്രൂപ്പ് നമ്പർ 3. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? ഇപ്പം നിങ്ങളുണ്ടോ? നിങ്ങളെ പറ്റിയിട്ട് ഓർക്കാറുണ്ടോ? ഇനിയിപ്പം അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവർ ഓർക്കുന്നത് നിങ്ങളെ പറ്റിയിട്ട്? ഓക്കെ, എന്താണ് അവരുടെ മനസ്സിൽ? ഗ്രൂപ്പ് നമ്പർ 3, ആർ യു ഓൺ ദെയർ മൈൻഡ്? Why they are stuck with the situation? കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ, ആർ യു ഓൺ ദെയർ മൈൻഡ്? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആളുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ, ആർ യു ഓൺ ദെയർ മൈൻഡ്? ആർ യു ഓൺ ദെയർ മൈൻഡ്? Have me with the right message. Okay.
Are you on their mind? Card number 3. സോ അവർ സ്റ്റക്കാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ എസ്പെഷ്യലി കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടാവാം. ഓക്കെ, അവർ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഫാമിലി ഉള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടായിരിക്കാം. അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഓപ്ഷൻസ് മീൻസ് അവരുടെ ലൈഫിൽ വേറെ നിങ്ങളല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. അവർക്ക് ആ ഒരു സിറ്റുവേഷന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നല്ല, ആ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. ഓക്കെ, എസ്പെഷ്യലി കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ സോ ദേ ഹാവ് സം അതർ തിങ്സ് ടു ടേക്ക് കെയർ ഓഫ്. ഓക്കെ, അവരുടെ ലൈഫിൽ അവരുടെ ലൈഫിൽ ഇപ്പം വേറെ ഒരാളുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഒരാളായിട്ട് ഡീൽ ചെയ്യുന്ന സമയമാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. ഓക്കെ, ആർ യു ഓൺ ദിയർ മൈൻഡ്? കാർഡ് നമ്പർ 3, ആർ യു ഓൺ ദിയർ മൈൻഡ്? സോ അവർ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഈ ഒരു സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ സ്നേഹം കാണിച്ചാലും എക്സ്പ്രസ് ചെയ്താലും അവർ ആ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തിട്ടായിരിക്കാം അവർ വേറെ റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ഒരാളും കൂടി ഉണ്ടായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ തേർഡ് പാർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു സ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് നിങ്ങളോട് നല്ലൊരു ഫിസിക്കൽ ഡിസയർ ആണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളോടുള്ള ഒരു ഫിസിക്കൽ ഡിസയർ, നിങ്ങളോടുള്ള പാഷൻ, എസ്പെഷ്യലി ഫിസിക്കൽ ഡിസയർ. ഓക്കെ, സോ അത് ആ ഒരു ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുണ്ട്. പക്ഷേ കറൻ്റ്ലി അവർ ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, ആർ യു ഓൺ ദിയർ മൈൻഡ്? സോ കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ സോ ഡെഫിനറ്റ്ലി അവർ നിങ്ങളൊരു തേർഡ് പാർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. യെസ്, അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ആരോ ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു തേർഡ് പാർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ലൈക്ക് അവർക്ക് നിങ്ങളോടുള്ള ഒരു പാഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള പാഷൻ, എസ്പെഷ്യലി നിങ്ങളോടുള്ള ഒരു ഫിസിക്കൽ ഡിസയർ ഉണ്ട്. അവരൊരു കമ്മിറ്റ്മെന്റിനൊന്നും അവർ റെഡി ആയിരിക്കില്ല റിലേഷൻഷിപ്പിൽ നിന്ന്. മേ ബി അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്ക് വേറെ ഫാമിലി ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ഉണ്ടാവാം. സോ കറൻ്റ്ലി അവർ ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ, മുന്നോട്ട് കൊണ്ടുപോകണോ ഇല്ലയെന്നുണ്ടെങ്കിൽ, ഈവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ അവർക്ക് നിങ്ങളോടുള്ള ഒരു പാഷൻ ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളോടുള്ള ഒരു ഡിസയർ, ഓക്കെ, ഫിസിക്കൽ ഡിസയർ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നത്. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ തിരിച്ചു വരും. ഓക്കെ, സോ നിങ്ങൾ അവരെ ലൈഫിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷെ വരുന്നത് സ്നേഹത്തിനെങ്കാട്ടി കൂടുതൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിനെങ്കാട്ടി കൂടുതൽ നിങ്ങളോടുള്ള ഒരു ഫിസിക്കൽ ഡിസയർ കൊണ്ടാണ് അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. സോ ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഫാമിലി ഉള്ള ആൾക്കാരായിരിക്കാം, അതല്ല നിങ്ങൾ രണ്ടാളും ഫാമിലി ഉള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. സ്റ്റക്ക് എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആളായിരിക്കാം. ഓക്കെ, പാർട്ട്ണർ ആയിരിക്കാം, വേറെ എന്തെങ്കിലും സ്നേഹമായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. ഓക്കെ, സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ അവരുടെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ദേ ആർ കൺഫ്യൂസ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളും മറ്റൊരാളും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, രണ്ട് കാര്യങ്ങൾ അവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് ആയിരിക്കാം, രണ്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ അല്ലെങ്കിൽ വേറെ വ്യക്തി ഉണ്ടാവും ലൈഫിൽ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കോൺടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിനെങ്കാട്ടി കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റിനെങ്കാട്ടി കൂടുതൽ നിങ്ങളോടുള്ള ഒരു ഫിസിക്കൽ ഡിസയർ ആണ് അവരുടെ ലൈഫിലേക്ക് ഇനിയും തിരിച്ചു വരുന്നത്. സോ ബി വെരി കെയർഫുൾ വിത്ത് ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾക്ക് അത്ര സന്തോഷം തരുന്ന അല്ലെങ്കിൽ നിങ്ങളെ മെന്റലി ഹാപ്പി ആക്കുന്ന കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല.
ഓക്കെ. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരെന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സ്റ്റക്കാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റക്കാണ്. കാർഡ് നമ്പർ 3 അവർ ലൈഫിലേക്ക് വരുമ്പം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് ഓൾ അപ് ടു യു. കറന്റ്ലി അവർ ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ മൂവ് ഓൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ അവർ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതും കാണുന്നുണ്ട്. അവർ ലൈഫിലേക്ക് എന്തായാലും, നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായാലും തിരിച്ചു വരും. കാരണം അവർക്ക് നിങ്ങളോടുള്ള ഒരു പാഷൻ അത് ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി ആ ഒരു ഫിസിക്കൽ ഡിസയർ, നിങ്ങളോടുള്ള ഒരു ഫിസിക്കൽ ഡിസയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടാവാം. ഓൾറൈറ്റ്, കാർഡ് നമ്പർ 3. സോ അതാണ് കാർഡ് നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിംഗ്. സോ ടേക്ക് ഇറ്റ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് റെസനേറ്റ് ഓർ ലീവ് ദ റെസ്റ്റ്. ഓക്കെ, സോ ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.